ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും അബ്രഹാം എങ്ങനെയാണ് ഇസഹാക്കിനെ സമർപ്പിച്ചത്, ആദ്യജാതനെ സമർപ്പിച്ചത്, ഇസഹാക്കിനെ എപ്രകാരമാണ് അബ്രാഹാം വാഗ്ദാനത്തിന് പുത്രനാക്കി ഉയർത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ അനുഭവം സമർപ്പണത്തിൻ്റെ അനുഭവമാണ്. സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുക എന്നർത്ഥം. അത് സാധ്യമാകുന്നത് നമ്മളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ തികവ് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ഒരു വ്യക്തിയുടെ സമർപ്പണം, ഒരു വ്യക്തിയുടെ ആരാധന, അത് വിശ്വാസത്തിൻ്റെ തികവ് ഉള്ളതുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മളിത് കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസത്തിൻ്റെ നിറവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ നിമിഷം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സമാപന ഘട്ടങ്ങളിലേക്കാണ്. അതിനു മുൻപായി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ അബ്രാഹത്തിൻ്റെ ഇസഹാക്ക് എന്ന് പറയുന്ന ആ വ്യക്തിയെ, സമർപ്പിക്കപ്പെട്ട വ്യക്തിയുടെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അത് പ്രത്യേകതകൾ മനസ്സിലാക്കിയതിന് ശേഷം അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സമാപന ഘട്ടങ്ങളിലേക്കൊന്ന് പോയി വീണ്ടും അടുത്ത രംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യാക്കോബ് എന്ന് പറയുന്ന വിശിഷ്ടനായ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ പുത്രനാണ്, ഇഷ്മായേൽ അല്ല. അത് പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യജാതൻ ഇഷ്മായേലാണ് എന്നാണ്. ഇഷ്മായേൽ അല്ല, ആദ്യജാതൻ വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഇസഹാക്കാണ്. അബ്രഹാമിൽ നിന്നും യാക്കോബിൽ നിന്നും വ്യത്യസ്തനാണ് ഇസഹാക്ക്. കാരണം അബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? നമുക്ക് എണ്ണാൻ പറ്റുന്നത് 3. പിന്നെ വേറെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. 1 സാറ, 2 ഹാഗാർ, 3 കെത്തൂറ. 25-ാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അബ്രഹാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തവനാണ്. ബാബിലോണിൽ നിന്ന് ഹാരാൻ വഴി, ഹാരാനിൽ നിന്ന് കാനാനിലേക്ക്, കാനാനിൽ ക്ഷാമമായപ്പോഴത്തേക്കും ഈജിപ്തിലേക്ക് പോയി, വീണ്ടും രണ്ടാമതൊന്നുകൂടെ ഈജിപ്തിലേക്ക് പോയി. അങ്ങനെയാണ് അബ്രഹാമിനുണ്ടായ മക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള മക്കളാണ്. യാക്കോബും ഇതുപോലെ തന്നെയാണ്. യാക്കോബിനും 1 ഭാര്യ, ഒരു 4 ഭാര്യമാരുണ്ടായിരുന്നു. വേറെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ആ ഭാര്യമാരിൽ നിന്ന് 13 മക്കൾ. ഈവൻ പോയ വഴി കാനാൻ ദേശം വിട്ട് ഹാരാനിൽ പോയി 20 വർഷം താമസിച്ചു. എന്നാൽ ഇസഹാക്കാകട്ടെ 1 ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഭാര്യ. ആ ഭാര്യയുടെ പേരാണ് റബേക്ക. ആ ഭാര്യയെ കൊണ്ടുവരുന്നത് പോലും ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. സ്വന്തം ഗോത്രത്തിലും കുലത്തിലും പെട്ട ഒരാളെ മാത്രമേ എൻ്റെ മകന് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശം അബ്രാഹാം തൻ്റെ ദാസനായ എലയാസറിന് കൊടുത്തു. എലയാസർ അതുപോലെ തന്നെ ചെയ്തു. ആദ്യം പ്രകാരം ഇസഹാക്കിന് ഭാര്യയായി റബേക്കായെ ലഭിച്ചു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇസഹാക്ക് ഒരിക്കലും വാഗ്ദാന ദേശത്ത് നിന്ന് വെളിയിലേക്ക് പോയില്ല. അത് ഇസഹാക്കിൻ്റെ പ്ലസ് പോയിൻ്റാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ പുത്രനാണ്. അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ, അല്ലെങ്കിൽ ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു ക്ഷാമത്തെക്കുറിച്ച് 26-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും, നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും, നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും, ആകാശ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. എങ്ങോട്ടേക്കാണ് ഇസഹാക്ക് പോകാൻ ഒരുങ്ങിയത്? ഗരാർ എന്ന് പറയുന്ന സ്ഥലത്ത്, അബിമേലെക്കിൻ്റെ അടുത്തേക്ക്, ഈജിപ്തിൻ്റെ ഭാഗത്തിലേക്ക്. ഈജിപ്തിലേക്ക് നീ പോകാൻ പാടില്ല. കാരണം ഒരു രാജാവ് പോലും, അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും ഈജിപ്തിനെ അഭയം പ്രാപിക്കരുത് എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മോശ പറയുകയാണ്, ഇസ്രായേൽക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ പിന്നാലെ കാണുന്ന ഈജിപ്തിൻ്റെ സൈന്യം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. ഒരിക്കലും ഈജിപ്തിലേക്ക് നിങ്ങൾ പോകാൻ ഇടയുണ്ടാകത്തില്ല. അത് വലിയൊരു താക്കീതാണ്. ഈജിപ്തിലേക്ക് ഇനി ഒരിക്കലും നിനക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. രണ്ടാമതായി, സംഗീത പുസ്തകത്തിൻ്റെ 12, 13, 14 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ഇസ്രായേൽക്കാർ പോകുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആളുകളെ മോശ വാഗ്ദാന ദേശം കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഭാഗത്ത് അവർ തിരിച്ചു വരുമ്പോൾ അവർ പറയുകയാണ്, ഞാൻ സ്ഥലം ഒരിക്കലും ജീവിക്കാൻ പറ്റുകയില്ല, അവിടെയെല്ലാം അനാക്കിമിൻ്റെ മക്കളാണ്. അനാക്കിം എന്ന് പറയുന്നത് വളരെയധികം ജൈജാന്റിക് ആയിട്ടുള്ള ഫിഗേഴ്സാണ്. അവർ കൊന്നു തിന്നുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇസ്രായേൽക്കാർക്ക് പോകാൻ പറ്റുന്നത്? ഉടനെ ഇസ്രായേൽക്കാരെല്ലാം ഓടി വന്ന് ഈ മോശയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുക, അല്ലയോ മോശെ, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു പോകണം. എന്തിനാ ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് നശിപ്പിക്കുന്നത്? ഈജിപ്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. മോശ ദൈവത്തോട് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ ജനത്തെ നീ തിരികെ ഈജിപ്തിലേക്ക് വിട്ടാൽ നിന്റെ നാമം അതോടുകൂടി ഇല്ലാതാകും. ദൈവത്തിൻ്റെ നാമം പോലും പോകുന്ന ഒരവസ്ഥ. അതാണ് ഈജിപ്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഈജിപ്തിലേക്ക് ഒരിക്കലും ഇസ്രായേൽക്കാർ തിരിഞ്ഞു പോകാൻ പാടില്ല. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15, 16 വാക്യങ്ങളിൽ ഒരു രാജാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന നിയമമുണ്ട്. ആ നിയമത്തിന് ഇപ്രകാരമാണ് പറയുന്നത്, ഒരു രാജാവ് തനിക്ക് ധാരാളമായിട്ട് കുതിരകളെ വാങ്ങരുത്. കുതിരകളെ വാങ്ങിക്കാൻ വേണ്ടി അവൻ ഈജിപ്തിനെ അഭയം പ്രാപിക്കരുത്. ഒരിക്കലും സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈജിപ്തിനെ അഭയം പ്രാപിക്കരുത്. ജെറമിയായുടെ പുസ്തകത്തിൽ വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറമിയായുടെ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ജെറമിയ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ ബാബിലോണിലേക്ക് പോവുക. ഈജിപ്ത് നിങ്ങൾക്ക് ശത്രുവാണ്, ബാബിലോൺ നിങ്ങൾക്ക് മിത്രമാണ്. കാരണം നിങ്ങൾ ചെയ്ത പാപത്തിന് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുന്നത് ബാബിലോണിലേക്ക് നിങ്ങളെ നടത്തിക്കൊണ്ടാണ്, അല്ലാതെ ഈജിപ്തിലേക്ക് നിങ്ങൾ പോകരുത്. ജെറമിയായുടെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ ജെറമിയ പ്രവാചകനെ ഈജിപ്ത് ദേശത്തേക്ക് ബന്ധിയായിട്ട് കൊണ്ടുപോകുന്ന രംഗമുണ്ട്. അവിടെ വെച്ച് ജെറമിയയുടെ കൂടെയുള്ള ആളുകളുടെ മുമ്പിൽ ഈജിപ്ത് ദേശത്ത് ഒരു കല്ല് വെച്ചിട്ട് കല്ലിനെ നോക്കി പറയുകയാണ്, ഇതുപോലെ ഈജിപ്ത് ദേശത്ത് കല്ല് വന്ന് പതിക്കും, കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഈജിപ്ത് നശിപ്പിക്കപ്പെടും. ഇങ്ങനെയാണ് ഈജിപ്തിനോടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ ഈജിപ്തിലേക്ക് പോകാൻ പാടില്ല, കാരണം നീ വാഗ്ദാനത്തിൻ്റെ പുത്രനാണ്. വാഗ്ദാനത്തിൻ്റെ പുത്രൻ എന്തൊക്കെ ചെയ്യണം? അടുത്ത് വരുന്ന വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഈജിപ്തിലേക്ക് നീ പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അത് വളരെ ഒരു സില്ലി ആയിട്ട് തോന്നും. പക്ഷേ ഇവിടെ ഹെബ്രായ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് വെഷക്കാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വെഷക്കാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തണലിൽ നീ അഭയം പ്രാപിക്കുക എന്നതാണ്. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഒരിക്കലും ഈജിപ്ത് എന്ന് പറയുന്ന ദേശത്തേക്ക് പോകരുത്, മറിച്ച് വാഗ്ദാനത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ തണലിൽ ഏത് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ദൈവത്തിൻ്റെ തണലിൽ വാഗ്ദാന ദേശത്ത് അഭയം പ്രാപിക്കണം. അവിടെ ദൈവം കൂടെ ഉണ്ടായിരിക്കും. അവിടെ ഞാൻ നിന്നെ വലിയ ജനതയാക്കും. ആകാശത്തിലെ പക്ഷികളെ പോലെയും ഭൂമിയിലെ മണൽത്തരികളെപ്പോലെയും വലിയ ഒരു ജനമാക്കി നിന്നെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് ഇസഹാക്കിന് നൽകുകയാണ്. അതുകൊണ്ടാണ് ഇസഹാക്കിനെ വാഗ്ദാനത്തിൻ്റെ പുത്രൻ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ പുത്രനായിട്ട് മാറുന്നതും രൂപാന്തരപ്പെടുന്നതും ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, സാഹചര്യത്തിലാണ്. കാരണം ദൈവത്തിൻ്റെ പുത്രൻ ഒരിക്കലും, വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഒരിക്കലും ഈജിപ്തിനെ അഭയം പ്രാപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈജിപ്തിനെ അഭയം പ്രാപിക്കാതെ വാഗ്ദാന ദേശത്ത് മാത്രം വസിക്കാനുള്ള ഒരു വിളിയാണ് ഇസ്രായേലിന് കർത്താവ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്യുവറായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ പിൻതലമുറക്കാരാണ്. ഈ ഒരു സത്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇസഹാക്കിൻ്റെ 26-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ
ഇസഹാക്കിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകൾ നമ്മളവിടെ കാണുന്നു. അങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നത്. അബ്രഹാം ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെടാൻ വേണ്ടി എലയാസറിനെ പറഞ്ഞു വിടുന്ന രംഗമാണ് 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആരാണ് എലയാസർ? എലയാസറിനെ കുറിച്ചുള്ള സൂചനകൾ 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കിട്ടി. എലയാസർ അദ്ദേഹത്തിൻ്റെ ദാസനാണെന്നും ഈ എലയാസർ ജീവിച്ചിരുന്നാൽ മാത്രം മതി, ഞാൻ തൃപ്തിയുള്ളവനാണ്, അല്ലാതെ എനിക്ക് വാഗ്ദാനങ്ങളോ സമ്മാനങ്ങളോ ഒന്നും വേണ്ട എന്ന് ദൈവത്തോട് മറുതലിച്ച് പറയുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും എലയാസർ എന്ന് പറയുന്ന വ്യക്തിയെ അബ്രഹാം ഒരു തീരുമാനമെടുത്ത്, ഒരു പ്രോമിസ് എടുത്തുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ്. ആ പ്രോമിസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അബ്രഹാം അവനോട് പറയുകയാണ്, എൻ്റെ പുത്രനായ ഇസഹാക്കിന് എൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനിൽ നിന്ന് മാത്രമേ പെണ്ണിനെ സ്വീകരിക്കാവൂ എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് അബ്രഹാം എടുക്കുന്നത്. കാരണം വാഗ്ദാനത്തിൻ്റെ പുത്രൻ അത് സ്വന്തം വംശത്തിലും ഗോത്രത്തിലും പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അതിൻ പ്രകാരം അവൻ ഒരു വലിയൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. 2 കാലുകൾക്കിടയിൽ അവൻ്റെ കൈ വെച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുമ്പോൾ ആ പ്രതിജ്ഞ നിറവേറ്റാൻ തക്ക വിധം എലയാസർ മുൻപോട്ട് പോകുന്നു. അങ്ങനെ അവൻ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. വെള്ളം കോരാൻ വേണ്ടി ധാരാളം സ്ത്രീകൾ വരുന്നു. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ കഴുതയ്ക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും എനിക്കും ഞാൻ ചോദിക്കാതെ തന്നെ വെള്ളം തരുന്ന സ്ത്രീ ആയിരിക്കണം എൻ്റെ യജമാനൻ്റെ ഭാര്യയാകാൻ അർഹതപ്പെട്ടവൾ. അങ്ങനെ എലയാസറിൻ്റെ അടുത്തേക്ക് റബേക്ക വരുന്നു. റബേക്ക അവർക്ക് വെള്ളം കൊടുക്കുന്നു. അതിനുശേഷം റബേക്കയുടെ ഭവനത്തിലേക്ക് പോകുന്നു. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കാണുന്നത് ഹാരാനിലെ അബ്രഹാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് റബേക്ക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹാരാനിൽ ആ സമൂഹം വന്നതെന്നുള്ളത് നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ബാബിലോണിൽ നിന്ന് തേറാഹും നാഹോറും അതുപോലെ തന്നെ അബ്രഹാം, ലോത്തും സാറായും ഒക്കെ യാത്ര ചെയ്തപ്പോൾ തേറാഹും നാഹോറും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ഹാരാൻ എന്ന് പറയുന്നത്. അവരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് ഈ കുടുംബം എന്ന് പറയുക. അങ്ങനെയാണ് ഹാരാനിൽ നിന്ന് റബേക്ക കടന്നു വരികയും റബേക്ക വളരെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് തീഷ്ണതയോടെ ഒട്ടകത്തിന് മുകളിൽ കയറി പോകുന്നതുമായിട്ടുള്ള രംഗങ്ങൾ 24-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 25-ാമത്തെ അധ്യായം അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇടയ്ക്ക് സാറ മരിക്കുന്നു. സാറായെ മരിക്കാൻ വേണ്ടി ഒരു തുണ്ട് ഭൂമി വിലയ്ക്ക് വാങ്ങി സാറായെ അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യുന്ന മക്പലാഹ് ഗുഹ, അതാണ് ഹെബ്രോനിലുള്ള മക്പലാഹ് ഗുഹയിൽ സാറായെ അടക്കം ചെയ്യുന്നു. അങ്ങനെ അബ്രഹാമിന് ആദ്യത്തെ വാഗ്ദാനം കിട്ടുന്നു, പുത്രൻ എന്നുള്ള വാഗ്ദാനം കിട്ടുന്നു, അത് ഇസഹാക്കിലൂടെ. എന്നാൽ വലിയ സമ്പത്ത് ഞാൻ നൽകും എന്ന് പറയുന്ന വാഗ്ദാനം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ചെറിയൊരു സ്ഥലം സാറായെ അടക്കം ചെയ്യാൻ വേണ്ടി എരന്നു വാങ്ങിയ ഒരു സ്ഥലം മാത്രമേ അബ്രഹാമിന് കിട്ടിയുള്ളൂ. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സമാപനമാണ് യഥാർത്ഥത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അബ്രഹാം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. 3-ാമത്തെ സ്ത്രീയാണ്. അവളിൽ അവന് സിമ്രാൻ, യൊക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷൂവാഹ് എന്നിവർ ജനിച്ചു. എന്നാൽ ഇവർക്കാർക്കും തന്നെ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടിയില്ല. അബ്രാഹത്തിൻ്റെ ഭാര്യയായ കെത്തൂറായിൽ നിന്നല്ല വാഗ്ദാനത്തിൻ്റെ പുത്രൻ കടന്നു വരുന്നത്, മറിച്ച് ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ മാത്രമാണ് വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസഹാക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ സാറായിലൂടെ മാത്രമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതോടുകൂടി അബ്രാഹത്തിൻ്റെ മരണം 25-ാം അധ്യായം 7-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അബ്രാഹാമിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഇസഹാക്ക് അവനെ അടക്കം ചെയ്യുന്നത് മക്പലാഹ് ഗുഹയിലാണ്. മക്പലാഹ് ഗുഹ ഹെബ്രോണിലാണ് കിടക്കുന്നത്. അവിടെയാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സാറ, ഇസഹാക്കിൻ്റെ ഭാര്യയായ റബേക്ക, യാക്കോബിൻ്റെ ഭാര്യയായ ലെയ, ഉപനാരികളായ ബീല, സിൽഫ എന്നിവരെല്ലാം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗുഹയാണ് മക്പലാഹ് ഗുഹ. ഇന്നും ആ മക്പലാഹ് ഗുഹ വളരെ ഹൃദ്യമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ടാണ്
അതൊരു ഭാഗം മുസ്ലിങ്ങളുടെ കയ്യിലും മറ്റൊരു ഭാഗം യഹൂദരുടെ കയ്യിലും. അപ്പം ഇതോടുകൂടി അബ്രഹാമിൻ്റെ സൈക്കിൾ അവസാനിക്കുകയാണ്. അബ്രഹാമിൻ്റെ സൈക്കിളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ആഗമനത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ ആഗമനത്തിലൂടെ വാഗ്ദാനത്തിൻ്റെ പുത്രൻ്റെ ഗണത്തിലേക്ക് ഒരു ജനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഇതിന് ശേഷം കടന്നു വരുന്നത് 2 ജീനിയോളജികളാണ്, 2 വംശാവലികളാണ്. ഒന്ന് വംശാവലി ഇസ്മായേലിൻ്റെ സന്തതികളെക്കുറിച്ചാണ്. 12 ഗോത്രങ്ങളുള്ള ഇസ്മായേലിൻ്റെ സന്തതികൾ. അതിനുശേഷം വന്നിരിക്കുന്നത് ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും കഥകളെക്കുറിച്ചാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാരായ ഏസാവും യാക്കോബും അവരുടെ ജനനത്തെക്കുറിച്ചുള്ള ഭാഗമാണ് 25-ാം അധ്യായം 19-ാമത്തെ തിരുവചനങ്ങളിലൂടെ കടന്നു വരിക. എന്താണ് ഇസഹാക്കിൻ്റെ പുത്രന്മാരുടെ പ്രത്യേകത? യാക്കോബ്, ഏസാവ് 2 ഇരട്ട കുഞ്ഞുങ്ങളാണ് ഇസഹാക്കിനുണ്ടായത്. ഇരട്ട കുഞ്ഞുങ്ങളുടെ അനുഭവം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ കായേൻ, ആബേൽ അവർ ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ നമ്മൾ വായിച്ചു കേട്ടു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇരട്ട കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം കാണുന്നു. ഇസഹാക്കിൻ്റെ പുത്രന്മാരായ യാക്കോവും ഏസാവും. ഏസാവിൻ്റെ പ്രത്യേകത നമ്മളിവിടെ കണ്ടു. എന്താണ് ഏസാവിനെ കുറിച്ചുള്ള പ്രത്യേകത? ഇതാണ്. റബേക്ക വന്ധ്യയായിരുന്നു, അവൾ പ്രാർത്ഥിച്ചു, അവളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ കർത്താവിൻ്റെ തീരുമാനം അറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് പറഞ്ഞു, 2 വംശങ്ങളാണ്. നീ ശ്രദ്ധിക്കണം, 25-23 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. നോക്കി, അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സ് ആയപ്പോഴാണ് അവൾ അവനെ പ്രസവിച്ചത്. ഈ വാക്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ ചരിത്രമാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്ത് ചരിത്രമാണ് ഈ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇസഹാക്കിൻ്റെ പുത്രന്മാരായ യാക്കോബും ഏസാവും. ഒന്നാമത് പറയുന്നത് 2 വംശങ്ങളാണ് ഇവിടെ പിറക്കാൻ പോകുന്നത്. ഒന്ന് യാക്കോബിൻ്റെ വംശം, 2 ഏസാവിൻ്റെ വംശം. യാക്കോബിൻ്റെ വംശത്തിന് പറയുന്ന പേരാണ് ഇസ്രായേൽ. ഏസാവിൻ്റെ വംശത്തിന് പറയുന്ന പേരാണ് ഏദോമ്യർ. അപ്പോൾ 2 വംശങ്ങൾ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് 2 ജനതകളായിട്ട് പിരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ശത്രുത തന്നെ ഉണ്ടാകും. എല്ലാ കാലങ്ങളിലും ഇസ്രായേലും ഏദോമ്യരും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് ഇസ്രായേലും ഏദോമ്യരും തമ്മിൽ ശത്രുതയുണ്ടായതെന്ന് കൃത്യമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആദ്യത്തെ ശത്രുത ആരംഭിക്കുന്നത് തന്നെ ഇവരുടെ കടിഞ്ഞൂൽപുത്രാവകാശത്തിൻ്റെ പേരിലുള്ള ശത്രുതയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് ഏസാവും യാക്കോബും തമ്മിൽ രമ്യതപ്പെട്ടുവെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവരുടെ പുറപ്പാടിൻ്റെ സംഭവം കഴിയുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ കാദേശ് ബെർണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽക്കാർ നിൽക്കുമ്പോൾ മോശ ആളുകളെ വിട്ട് ഏദോമിലെ രാജാവിനോട് ചോദിച്ചു, അല്ലയോ ഏദോമിലെ രാജാക്കന്മാരെ, നിന്റെ സഹോദരൻ നിന്റെ നാട്ടിലൂടെ ഒന്ന് പോകാനുള്ള അനുവാദം തരണമേ. ഉടനെ ഏദോമിലെ രാജാവ് പറയുകയാണ്, പറ്റില്ല. കട്ട് ആൻഡ് റൈറ്റായിട്ട് പറയുക, എൻ്റെ ഈ പ്രദേശത്തൂടെ നിനക്ക് പോകാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, അവർ ഏദോമിൻ്റെ ടെറിട്ടറിയിലൂടെ, ബൗണ്ടറിയിലൂടെ യാത്ര ചെയ്ത് മോവാബ് ദേശത്തെത്തി. അവിടെയും ശത്രുത ഉളവാകുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഏദോമ്യരെ നശിപ്പിക്കാൻ വേണ്ടി മോവാബ് ദേശത്തൂടെ ദാവീദ് രാജാവ് പോകുന്ന രംഗവും നമ്മൾ കാണുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ ശത്രുത കടന്നു വരുന്നത് ഏദോമിനെതിരെയുള്ള രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
എന്നാലും ഏറ്റവും വലിയ ശത്രുത കടന്നു വരുന്നത് ജൂദാദേശത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ജൂദാദേശത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാലഘട്ടം സദക്യ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടമായിരുന്നു. സദക്യ എന്ന് പറയുന്ന രാജാവ് ബാബിലോണിലെ സൈന്യം ജൂദാദേശത്തെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഇതാ സദക്യ രാജാവ് ഒളിച്ചോടിപ്പോകാൻ വേണ്ടി ജെറീക്കോ പട്ടണത്തിലേക്ക് പോകുന്ന രംഗം. അതുകൊണ്ട് ഈ ജെറീക്കോ പട്ടണത്തിലേക്ക് പോകുന്ന ഈ രംഗം അവതരിപ്പിക്കുന്ന ഈ ഒബദ്യാഡ് ആ സമയത്താണ് ഈ ഏദോമ്യർ വന്നിട്ട് പറയുകയാണ്, ഏദോമ്യർ ഇതാ പോകുന്നു, ബാബിലോൺ രാജാവിനോട് പറയുകയാണ്, ഇതാ പോകുന്നു ഇസ്രായേലിൻ്റെ രാജാവ്, ജൂദായുടെ രാജാവ്. ഇങ്ങനെ ഒറ്റുകൊടുത്ത ഒരു ഗ്രൂപ്പാണ് ഏദോമ്യർ. ഏദോം എന്ന് പറയുന്ന ദേശവും ഇസ്രായേലും 2 വംശങ്ങളായിട്ട് പിരിയുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം പിന്നാലെ കിടപ്പുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ആ ചരിത്രത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കിനി അടുത്ത ഭാഗം വരുമ്പോൾ ഏദോം ആരാണെന്നും ഏസാവ് എന്താണെന്നും ഏസാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനുള്ളിലുള്ള സത്യത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമമാണ് നമുക്ക് നടത്താനുള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവിക യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ കരുണയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവിക വെളിപാടിന് വേണ്ടി വിശ്വാസത്തോടുകൂടി നമുക്ക് കാത്തിരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.